ഹായ് ഓൾ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റാണ്. സോ നമുക്ക് ക്ലോസ് ലൂപ്പ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഐഡിയൽ കേസിലുള്ള ഗെയിൻ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കേസിലുള്ള ഗെയിൻ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. ഇനിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഓപ്പ് ആമ്പിൻ്റെ കേസിൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഇത് നമ്മുടെ ഓപ്പ് ആമ്പാണ്. നമുക്കറിയാം ഇത് ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് ദിസ് ഇസ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ പ്ലസ്. സോ നമുക്കിതിനെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയാം, ഇതിനെ നമുക്ക് ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയാം. സോ ഇത് അതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇവിടെ നമ്മുടെ സപ്ലൈ പ്ലസ് വി സി സി, ദെൻ ദിസ് ഈസ് മൈനസ് വി ഇ. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വി ഡി ആണ്. സോ ദിസ് ഈസ് ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് ദിസ് ഈസ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ ഓപ്പൺ ലൂപ്പ് ഗെയിൻ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ദ ഡിഫറൻസ് വോൾട്ടേജ്, ദാറ്റ് ഈസ് വി നോൺ ഇൻവേർട്ടിംഗ് മൈനസ് വി ഇൻവേർട്ടിംഗ്. ഇൻവേർട്ടിംഗ് നോഡ് വോൾട്ടേജ് മൈനസ് നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് ആണ്. അതല്ലെങ്കിൽ നമുക്കതിനെ V0/VD എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡിയൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ, ഫോർ ഐഡിയൽ ഓപ്പ് ആമ്പ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. സോ AOL ഈസ് ഇൻഫിനിറ്റി. അതേപോലെ തന്നെ റിയൽ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ, പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പ് അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് 741 ഓപ്പ് ആമ്പാണ്. 741 ഓപ്പ് ആമ്പിൻ്റെ കേസിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് അറൗണ്ട് 10⁶ ആണ്. സോ ഈ ഒരു ഐഡിയൽ കേസിൽ എടുക്കുകയാണെങ്കിൽ ഫോർ ഐഡിയൽ കേസ് AOL എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഫോർ ഐഡിയൽ AOL ഈസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ്, ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് എഴുതാം V0/VD എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ഈ V0/VD ഇൻഫൈനൈറ്റ് ആവണമെങ്കിൽ ദിസ് VD വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. So this is equal to 0. VD 0 means the voltage at non-inverting terminal should be equal to the voltage at inverting terminal. VD എന്ന് പറയുന്നത് V non-inverting minus V inverting ആണ്, അത് equal to 0. അപ്പോൾ this implies V non-inverting minus V inverting is equal to 0. അല്ലെങ്കിൽ നമുക്ക് പറയാം V non-inverting is equal to V inverting. സോ ഈ ഒരു വി ഡിയുടെ വാല്യൂ വെർച്വലി അത് 0 ആവുന്നത് നമുക്ക് ഈ രണ്ട് നോഡ് വോൾട്ടേജസും, സോ ദിസ് ഈസ് അത് രണ്ടും കണക്റ്റഡ് അല്ല എങ്കിലും നമുക്കതിനെ വെർച്വലി 0, ആ ഡിഫറൻസ് വോൾട്ടേജ് വെർച്വലി 0 ആവണമെങ്കിൽ ദിസ് നോഡ് വോൾട്ടേജ് ഷുഡ് ബി ഈക്വൽ ടു ദിസ് നോഡ് വോൾട്ടേജ്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസ് ലൂപ്പ് ഗെയിൻ ഡിറൈവ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഈ രണ്ട് ടെർമിനൽ വോൾട്ടേജും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ ഇപ്പോൾ 741 ആണെങ്കിൽ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 10⁻60. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 10⁻60 മീൻസ് VD വിൽ നെവർ ബി 0. സോ ഇത് ഐഡിയൽ കേസിലാണ് ഈ ഒരു V നോൺ ഇൻവേർട്ടിംഗ് ഈസ് ഈക്വൽ ടു V ഇൻവേർട്ടിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഫോർ പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പ് ദിസ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ്, സോ ദിസ് ഇസ് വെർച്വലി 0. സോ വിത്തൗട്ട് എനി കണക്ഷൻ ദിസ് വോൾട്ടേജ് വിൽ ബി വെർച്വലി 0. അത് ഐഡിയൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ വെർച്വലി 0 ആവുന്നത് V നോൺ ഇൻവേർട്ടിംഗ് ഈസ് ഈക്വൽ ടു V ഇൻവേർട്ടിംഗ്. ആ സമയത്താണ് ഈ രണ്ട് നോഡ് വോൾട്ടേജസും സെയിം ആവുന്ന സമയത്താണ് VDയുടെ വാല്യൂ 0 ആവുന്നത്. സോ ഇതാണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പിൻ്റെ കേസസിലുള്ള, അതായത് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പിൻ്റെ ക്ലോസ് ലൂപ്പ് ഗെയിനും മെഷർ ചെയ്യാനാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. വോൾട്ടേജ് ഷണ്ട് ആൻഡ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് പ്രാക്ടിക്കൽ കേസസ് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അത് നമുക്ക് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ കേസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഐഡിയൽ കേസിൻ്റെ ക്ലോസ് ലൂപ്പ് ഗെയിൻ ഒന്ന് ഡിറ്റർമിൻ ചെയ്ത് നോക്കാം. സോ ഐഡിയൽ കേസ്
എങ്ങനെയാണെന്ന് നോക്കാം. ഐഡിയൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ഇതാണ് നമ്മുടെ ഓപ്പ് ആംപ്. സോ ദിസ് ഈസ് മൈനസ് ആൻഡ് ദിസ് ഈസ് പ്ലസ്. അപ്പം ഈ ഒരു ടെർമിനൽ R1 നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാനാണ് ഇത്. ഔട്ട്പുട്ടിൽ നിന്നും നമ്മുടെ ആ നെഗറ്റീവ് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഒരു RF ഫീഡ്ബാക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇവിടാണ് നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഇവിടാണ്. സോ ദിസ് ഈസ് ദ ഇൻപുട്ട് VI. ദെൻ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. സോ ഇവിടെ നമുക്കറിയാം ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് I ആയിട്ട് ചൂസ് ചെയ്യാം, ഇതിനെ നമുക്ക് IB ആയിട്ടും ചൂസ് ചെയ്യാം, ആൻഡ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആയിട്ടും ചൂസ് ചെയ്യാം. സോ ഇവിടെ ഐഡിയൽ ഓപ്പ് ആംപ് ആണ്. സോ ഐഡിയൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ ദിസ് നോഡ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ ഈ ഒരു നോഡ് വോൾട്ടേജ് VB എന്നും ഇതിനെ ഞാൻ VA എന്നും കൊടുക്കുവാണ്. സോ നമുക്കറിയാം ഈ നോഡ് വോൾട്ടേജ് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്, പ്ലസ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ സിൻസ് VB ഈസ് ഈക്വൽ ടു 0, ഇത് ഗ്രൗണ്ട് ചെയ്തേക്കുന്ന കാരണം ഈ ഒരു വാല്യൂ 0 ആണ്. ഇത് 0 ആണെങ്കിൽ ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്, ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമുക്ക് പറയാം ഈ നോഡ് വരുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കും ഈ നോഡിലും വരുന്നത്, കാരണം ഈ ഡിഫറൻസ് വോൾട്ടേജ് 0 ആയിരിക്കണം. അപ്പോൾ VB 0 ആയതുകൊണ്ട് വി ക്യാൻ സേ VA ഈസ് ഈക്വൽ ടു 0. ഇത് ഐഡിയൽ ഓപ്പ് ആമ്പിൻ്റെ കേസിലാണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സോ VA ഈസ് ഈക്വൽ ടു 0 നമുക്ക് പറയാം. ദെൻ ഈ നോഡ് എടുക്കുകയാണെങ്കിൽ ഈ നോഡിൽ ഞാൻ കിർച്ചോഫ് KCL അപ്ലൈ ചെയ്യുവാണ്. അറ്റ് നോഡ് A അപ്ലൈ കിർച്ചോഫ് കറണ്ട് ലോ. സോ ഇവിടെ കറണ്ട് ലോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ I, the current entering I is equal to then IB plus I1 എന്ന് പറയാം. സോ ഈ IB നമുക്ക് 0 ആയിട്ട് എടുക്കാം, കാരണം ഓപ്പ് ആമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ IB ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 0 സിൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ. ഒരു ഐഡിയൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട് നമുക്ക് ആ ഇൻപുട്ട് കറണ്ട് 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ വി ക്യാൻ സേ I ഈസ് ഈക്വൽ ടു I1 എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് I? നമ്മൾ I മെഷർ ചെയ്യുവാണെങ്കിൽ I എന്ന് പറയുന്നത് VI, ഈ നോഡ് വോൾട്ടേജ് ഡിഫറൻസ് ആണ്, അതായത് VI മൈനസ് VA ബൈ R1 ആണ് I. സോ VI, സോ വി ക്യാൻ റൈറ്റ് VI മൈനസ് VA ബൈ R1. ദെൻ I1 എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു കറണ്ടാണ്. സോ അത് ഈ നോഡ് വോൾട്ടേജ് ഡിഫറൻസ്, അതായത് VA മൈനസ് V0, VA മൈനസ് V0 ബൈ RF എന്ന് എഴുതാം. സോ VA മൈനസ് V0 ബൈ RF. സോ നമുക്കറിയാം വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ച് VA 0 ആണ്. സോ VI minus 0 by R1 is equal to VA again 0 minus Vout by RF. ഇവിടെ നിന്ന് നമുക്ക് Vout by VI ഡിറ്റർമിൻ ചെയ്യാം. Vout by VI അതാണ് നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. സോ അതിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് നമുക്ക് മൈനസ് RF by R1 എന്ന് നമുക്ക് കിട്ടും. സോ ഐഡിയൽ കേസിൽ ഐഡിയൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ മൈനസ് RF by R1 എന്നാണ് കിട്ടുന്നത്. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ആ ഇൻവേർട്ടിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് ഈ മൈനസ് ടെർമിനൽ വെച്ചിട്ടാണ്. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ഔട്ട്പുട്ട് are 180 degree out of phase. സോ ഒരു ഐഡിയൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ്റെ എക്സ്പ്രഷൻ. നമുക്കിനി നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കേസ് നോക്കാം. സോ ദ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഓഫ് ഐഡിയൽ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പ് ആംപ്.
സോ അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ദിസ് ഈസ് മൈനസ്, ദിസ് ഈസ് പ്ലസ്. നമുക്ക് ഇവിടെ ഒരു RF ഉണ്ട്, ഇവിടെ R1 ഉണ്ട്. സോ ഇതാണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ. So this is RF, this is R1. ഇതാണ് ഇവിടുത്തെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ഒരു ടെർമിനലിലാണ്. ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുത്തു VI. Then this is node A, VA. This is node B, VB. Then ഇത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. കാരണം നമ്മൾ എവിടെയാണോ ഇൻപുട്ട് കൊടുക്കുന്നത്, അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമിനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. സോ ദിസ് ഇസ് ദ ഇൻപുട്ട്. അപ്പോൾ അത് അടുത്ത ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ഇത് ഫീഡ്ബാക്ക് ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇവിടെ. സോ ഇതാണ് നമ്മുടെ V0. ഇവിടെ നമ്മൾ VCCയും മൈനസ് VEയും ഒക്കെ മാർക്ക് ചെയ്യണം. നമ്മുടെ സപ്ലൈ വോൾട്ടേജസ്, ഫിക്സഡ് സപ്ലൈ വോൾട്ടേജസ് ആണ്. ദെൻ ഇവിടുത്തെ നമ്മൾ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കറിയാം ഈ നോഡ് VB എന്ന് പറയുന്ന വോൾട്ടേജ് VB, നേരത്തെ കേസിൽ VBയുടെ വാല്യൂ 0 ആയിരുന്നു. ഈ കേസിൽ ഹിയർ VB ഈസ് ഈക്വൽ ടു VI. കാരണം നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ VBയുടെ വാല്യൂ, സോ ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് VA എന്ത് തന്നെ ആയിരിക്കും? VA എന്ന് പറയുന്നതും VB തന്നെ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു VI. ഈ നോഡ് വോൾട്ടേജും സെയിം ആയിരിക്കണം, എന്നാലേ നമുക്ക് ഡിഫറൻസ് വോൾട്ടേജ് 0 ആവത്തുള്ളൂ. സോ അതാണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് പറയുന്നത് ഐഡിയൽ കേസിൽ. ദെൻ ഇതാണ് നമ്മുടെ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. സോ നമുക്കിവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. സോ ദിസ് കറണ്ട് ഈസ്, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ ഇതിന് I1 എന്ന് കൊടുക്കാം. ഈ കറണ്ട് IB ആണ്. ദെൻ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, അത് ഞാൻ I എന്ന് മാർക്ക് ചെയ്തു. കാരണം ഇവിടെ ഇത് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഞാനിത് ഹയർ പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് പോകുന്നത്. IB ഇതിലേക്ക് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. IB നമുക്കറിയാം ഇൻപുട്ട് റെസിസ്റ്റൻസ് I ആയതുകൊണ്ട് IB 0 ആയിരിക്കും. ദെൻ കിർച്ചോഫ് KCL അറ്റ് നോഡ് A അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കറണ്ട് എൻറ്ററിങ് നമുക്ക് I1 പറയാം. I1 ഈസ് ഈക്വൽ ടു IB പ്ലസ് I എന്ന് എഴുതാം. IB 0 ആണ്. സോ I1 ഈസ് ഈക്വൽ ടു I. റീസൺ IB 0 സിൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഹൈ. സോ I1 ഈസ് ഈക്വൽ ടു I ആണ്. ദെൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ I1? I1 എന്ന് പറയുന്നത് ഈ കറണ്ടാണ്. സോ V0 മൈനസ് VA ബൈ RF, അതാണ് I1 എന്ന് പറയുന്നത്. സോ V0 മൈനസ് VA ബൈ RF ഈക്വൽ ടു വാട്ട് ഈസ് I? I എന്ന് പറയുന്ന കറണ്ട് R1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ VA മൈനസ് 0 ബൈ R1, അതാണ് I. VA മൈനസ് 0 ബൈ R1. നമുക്കറിയാം VAയുടെ വാല്യൂ VAക്ക് ഈക്വൽ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമോ? V0 മൈനസ് VA ബൈ RF ഈസ് ഈക്വൽ ടു VA ബൈ R1. ഇവിടുന്ന് ക്ലോസ് ലൂപ്പ് ഗെയിൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് V0 by RF is equal to VA into 1 by R1 plus 1 by RF. ഇവിടെ നമുക്ക് V0 by
RF is equal to VI into RF plus R1 by R1 RF. Then ഇവിടുന്ന് നമുക്ക് RF രണ്ടിടത്തു നിന്നും കട്ട് ചെയ്യാം. സോ V0 by VI is equal to ഈ RF ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RF plus R1 by R1 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് സെയിം ആസ് 1 plus RF by R1. സോ ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. ഐഡിയൽ കേസിലെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഇതാണ്. ACL is equal to 1 plus RF by R1. നേരത്തെ കേസിൽ നമുക്ക് മൈനസ് RF by R1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐഡിയൽ കേസാണ്. ഐഡിയൽ കേസിലുള്ള വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഇൻവേർട്ടിങ്ങിൻ്റെയും നോൺ ഇൻവേർട്ടിങ്ങിൻ്റെയും ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻസ് ആണ്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ കേസിലേക്ക് വരാം. നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് പ്രാക്ടിക്കൽ കേസാണ്. സോ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഓഫ് പ്രാക്ടിക്കൽ ഓപ്പ് ആംപ്, ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഷണ്ട് സീരീസ്, വോൾട്ടേജ് സീരീസിനകത്ത് നമ്മൾ ഓൾറെഡി ഇത് ഡിറൈവ് ചെയ്തതാണ്. എങ്കിലും നമുക്കൊന്നും കൂടെ അത് ആ ഒരു കൺസെപ്റ്റ് നോക്കാം. സോ പ്രാക്ടിക്കൽ ഓപ്പ് ആംപ്, ഇൻവേർട്ടിംഗ് ആണ് ആദ്യം. സോ മൈനസ് പ്ലസ്, ഇതാണ് ഇൻവേർട്ടിംഗ് ഓപ്പ് ആംപ്. സോ ദിസ് ഈസ് RF ആൻഡ് ദിസ് ഈസ് R1. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് VI. ഈ നോഡ് VA, ഇത് ഞാൻ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. കാരണം ഇവിടെയാണ് ഇൻപുട്ട്, ഇവിടെ ഗ്രൗണ്ട് ചെയ്യണം. VB ആൻഡ് ദിസ് ഈസ് ദ Vout. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആൻഡ് ദിസ് കറണ്ട് IB ആൻഡ് ദിസ് കറണ്ട് I. സോ നമുക്ക് പറയാം പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. വെർച്വൽ ഗ്രൗണ്ട് concept is not applicable. So for practical op amp ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. നമുക്കറിയാം VB 0 ആണ്, പക്ഷേ VA നോട്ട് ഈക്വൽ ടു VB, കാരണം വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആവത്തില്ല. VB 0 ആണ്. സോ അതുകൊണ്ട് VA വിൽ നെവർ ബി 0. VA നോട്ട് ഈക്വൽ ടു VB തന്നെയാണ്. ഇവിടെ ഒരു ഡിഫറൻസ് വോൾട്ടേജ് ഉണ്ടാവും. ഡിഫറൻസ് വോൾട്ടേജ് ഇതാണ് VD. സോ ആ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് മൈനസ് ഇൻവേർട്ടിംഗ് വോൾട്ടേജ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് VA ആണ്. VB 0 ആണ്. നോൺ ഇൻവേർട്ടിംഗ് മൈനസ് ഇൻവേർട്ടിംഗ്. സോ VDയുടെ വാല്യൂ മൈനസ് VA എന്ന് കിട്ടും. ദെൻ നമുക്ക് അവിടുത്തെ ആ ഒരു KCL അപ്ലൈ ചെയ്യുവാണെങ്കിൽ KCL at node A, then we can write I is equal to IB plus I1. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് IB 0 ആണ്. സോ I is equal to I1. ഇനി ഐയുടെ എക്സ്പ്രഷൻ എഴുതുക. I എന്ന് പറയുന്നത് VI മൈനസ് VA ബൈ R1 ആണ്. I is equal to VI minus VA. So I is equal to VI minus VA by R1 and I1 is equal to VA minus Vout by RF. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ് ഈക്വേഷൻ വരുന്നത്. പക്ഷേ നമുക്ക് ഐഡിയൽ കേസിൽ ഫോർ പ്രാക്ടിക്കൽ ഓപ്പ് ആംപ് you can write AOL, ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് V0 by VD ആണ്. ഇവിടെ VDയുടെ വാല്യൂ മൈനസ് VA ആണ്. സോ AOL, ഇതിനകത്ത് നമുക്ക് VA എന്ന് പറയുന്ന നോഡ് വോൾട്ടേജ് VA is equal to മൈനസ് V0 by AOL എന്ന് എഴുതാം. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ VI മൈനസ് VAയ്ക്ക് പകരം മൈനസ് V0 by AOL, that is V0 by AOL by R1 is equal to
വി എ മൈനസ് വി നോട്ട്, വി എക്ക് പകരം മൈനസ് വി നോട്ട് ബൈ എ ഒ എൽ മൈനസ് വി നോട്ട് ബൈ ആർ എഫ് എന്ന് എഴുതാം. ദെൻ നമുക്കിവിടെ വി ഐ പ്ലസ് വി ഔട്ട്, വി ഐ പ്ലസ് വി ഔട്ട് ബൈ എ ഒ എൽ ഈസ് ഈക്വൽ ടു, ഈ ആർ വണ്ണിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ് റൈറ്റ് സൈഡിലേക്ക്, മൈനസ് കോമൺ എടുത്തു. സോ മൈനസ് ആർ വൺ ബൈ ആർ എഫ്, വി നോട്ടൂടെ കോമൺ എടുത്തു. ദെൻ 1 ബൈ എ ഒ എൽ പ്ലസ് 1 എന്ന് കിട്ടും. ദെൻ നമ്മൾ വി നോട്ട് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ എ ഒ എൽ പ്ലസ് ആർ വൺ ബൈ ആർ എഫ് ഇൻറ്റു 1 ബൈ എ ഒ എൽ പ്ലസ് 1 എന്ന് കിട്ടും. ദെൻ ഈക്വൽ ടു മൈനസ് വി ഐ. ഇവിടെ നമുക്ക് വി നോട്ട് ബൈ വി ഐ, അതാണ് നമ്മുടെ ക്ലോസ് ലൂപ്പ് ഗെയിൻ എ സി എൽ ഇൻ പ്രാക്ടിക്കൽ കേസിലുള്ളത്. അത് നമുക്ക് മൈനസ് 1 ബൈ എ ഒ എൽ പ്ലസ് ആർ വൺ ബൈ ആർ എഫ് ഇൻറ്റു, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എ ഒ എൽ പ്ലസ് 1 ബൈ എ ഒ എൽ എന്ന് കിട്ടും. ദെൻ നമുക്കിനി ഡിനോമിനേറ്റർ ഒന്ന് എൽ സി എം എടുത്ത് നോക്കുവാണെങ്കിൽ, ഇവിടെ എൽ സി എം എ ഒ എൽ ആർ എഫ് എന്നുള്ളതാണ് എൽ സി എം. ദാറ്റ് ഈസ് മൈനസ് 1 ബൈ 1 പ്ലസ് എൽ സി എം എന്താണ്, എ ഒ എൽ ആർ എഫ്. അപ്പോൾ ഇവിടെ ഒരു ആർ എഫ് വരും, പ്ലസ് ഇവിടെ എ ഒ എൽ ആർ എഫ് ഉണ്ട്. ദെൻ ആർ വൺ ഇൻറ്റു 1 പ്ലസ് എ ഒ എൽ എന്ന് കിട്ടും. Then this is equal to minus AOL into RF. ഇതങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോവും ബൈ, so this is closed loop gain by RF plus R1 into 1 plus AOL. ഇങ്ങനൊരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് പ്രാക്ടിക്കൽ ഓപ്പ് ആമ്പിൻ്റെ കേസിൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആയിട്ട് കിട്ടുന്നത്. ദെൻ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് കേസ് നോക്കാം. സോ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഫോർ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പ് ആമ്പ്. സോ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പ് ആമ്പ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, ഞാനിത് തിരിച്ചു വരയ്ക്കുവാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും സെയിം ഫിഗർ തന്നെയാണ്. ദിസ് ഈസ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടാണ് നമ്മുടെ R1 വരുന്നത്. R1-ൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക്, ഇതാണ് RF. തിരിച്ചു വരച്ചു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഇവിടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് VI. ദെൻ ഇത് ഗ്രൗണ്ട് ചെയ്യുക. ദെൻ ഇത് R1 ആണ്, ഇത് RF ആണ്. സോ ദിസ് ഈസ് V2. ഈ നോഡ് വോൾട്ടേജ് നമുക്ക് V1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് VD എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് മൈനസ് ഇൻവേർട്ടിംഗ് ആണ്, അതായത് V1 മൈനസ് V2 ആണ്. ഇവിടെ V1 എന്ന് പറയുന്നത് VI ആണ്, VI മൈനസ് വാട്ട് ഈസ് V2. ഈ ഒരു നോഡ് വോൾട്ടേജ് നോക്കുവാണെങ്കിൽ ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്ററാണ്, ഇവിടെ കറണ്ട് പോകുന്നില്ല. സോ V0 RF R1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിവിഷൻ നമുക്ക് കാണാം. അപ്പോൾ V2 എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, V2-ന് പകരം നമുക്ക് എന്തെഴുതാം, V0 ഇൻറ്റു, V2 എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, V0 ഇൻറ്റു R1 ബൈ R1 പ്ലസ് RF എന്ന് നമുക്ക് എഴുതാം. ദെൻ ഇതിൽ R1 ബൈ R1 പ്ലസ് RFന് നമുക്ക് B എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫീഡ്ബാക്ക് ഗെയിൻ ആയിട്ട് ലെറ്റ് B ഈസ് ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് RF എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ VD ഈസ് ഈക്വൽ ടു VI മൈനസ് V0 B എന്ന് വരും. ദെൻ ഇത് ഇക്വേഷൻ 1.
So we have AOL is equal to V naught by VD. അതിൽ നിന്നും V naught is equal to AOL into VD എന്ന് എഴുതാം. Then V naught is equal to AOL into VD. ഇക്വേഷൻ 1 വെച്ചിട്ട് നമുക്ക് VI മൈനസ് V naught B എന്ന് കൊടുക്കാം. ദെൻ ഇതിനെ നമുക്ക് V naught കോമൺ എടുക്കുവാണെങ്കിൽ 1 പ്ലസ് AOL into B ഈക്വൽ ടു VI into AOL എന്ന് നമുക്ക് കിട്ടും. ഇവിടുന്ന് V0 by VI കണ്ടുപിടിക്കുക. V0 by VI which is equal to A0 L open loop gain by 1 plus AOL into B. സോ ഇതാണ് നമുക്കിവിടെ ക്ലോസ് ലൂപ്പ് ഗെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പ്രാക്ടിക്കൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കേസിൽ ബി നമ്മൾ ഓൾറെഡി പറഞ്ഞു R1 by R1 plus RF ആയിരിക്കും. സോ ഇതാണ് പ്രാക്ടിക്കൽ ഓപ്പാമ്പിൻ്റെ കേസസിലുള്ള ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പിൻ്റെ ക്ലോസ് ലൂപ്പ് ഗെയിൻ. നമ്മൾ ഐഡിയൽ കേസും നോൺ ഐഡിയൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഓപ്പാമ്പ് ആണ്. സമ്മിങ് ആംപ്ലിഫയർ, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.